ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു അടിപൊളി പേടയുടെ റെസിപ്പി നോക്കാം. അപ്പം ഞാനിതൊന്ന് ഉണ്ടാക്കുന്നത് കടലപ്പൊടി കൊണ്ടാണ്. അപ്പോൾ കടലപ്പൊടിയും നെയ്യും പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയ്യൊക്കെ ചേർക്കാം. നെയ്യ് കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു 1-2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കുകയാണ് വേണ്ടത് ഈ നെയ്യിൽ. ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കടലപ്പൊടിയും നെയ്യും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 1-2 മിനിറ്റ് എടുത്തിട്ട് അത്രയും വേണ്ടി വരില്ല, ഒന്ന് ഇളക്കി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ ഒന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു നെയ്യിൻ്റെ കൂടുതൽ ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ അത് ആ നെയ്യിലൊക്കെ നല്ല വാടി മിക്സായിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 കപ്പ് അളവിൽ തേങ്ങയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സായിട്ടൊന്ന് വറുത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കാരണം ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം ഞാനിപ്പോൾ മുഴുവനായിട്ട് പാൽ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് കുറച്ച് പാൽ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയ ശേഷം ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മൾ അതിൻ്റെ ആ ഒരു കട്ടൊക്കെ ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നല്ല മിക്സായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇത് കൂടുതൽ നമ്മൾ ചൂടാക്കും തോറും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് കൂടുതൽ സോഫ്റ്റ് ആവുകയും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മൾ പേടയുടെ ഒരു സ്ട്രക്ചറിലേക്ക് വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം മധുരം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണ്ടി വരും. പിന്നെ പേട എന്ന് പറഞ്ഞ് തന്നെ നെയ്യും മധുരവും ഒക്കെ ഒരുപാട് അളവിൽ ചേർത്തിട്ടുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഈ ചൂടിൽ അതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അങ്ങനെ മിക്സായി കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലായാൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഇതുപോലെ മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഉടച്ച് നമ്മൾ മാവൊക്കെ ചാമ്പുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും നെയ്യോ ഓയിലൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതുപോലെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. പിന്നെ ഒന്ന് കാണാനും കുറച്ച് രസമാവാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ നമുക്ക് കടിക്കാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമുള്ള നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ പാൽപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന പേടയുടെ പോലെയല്ല, ഇത് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ. എന്നാലും നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഫ്രം സിനു ഷംസി.